പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. മറ്റാരും ഒപ്പം നിൽക്കാനില്ലാത്ത കുറച്ചധികം മനുഷ്യരുടെ ഇടയിലേക്ക് സ്വർഗത്തിൻ്റെ സഹായമായി ദൈവം തന്നെ ഇറങ്ങി വരുന്ന ഒരു കാഴ്ച നമ്മൾ ഇന്നത്തെ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. രോഗികളും പിശാച് ബാധിതരുമായിട്ടുള്ള മനുഷ്യരുടെ ഇടയിലേക്ക് ക്രിസ്തു സൗഖ്യമായും മോചനമായും വന്ന് അവതരിക്കുന്ന കാഴ്ചയാണ് കാണുന്നത്. കടന്നു ചെല്ലുന്നിടത്തേട്ടൊക്കെ വലിയ സൗഖ്യം നൽകിക്കൊണ്ട് പിശാചുക്കളെ പുറത്താക്കിക്കൊണ്ട് കർത്താവ് ഇങ്ങനെ സഞ്ചരിക്കുമ്പോൾ, കർത്താവെ നീ മാത്രമാണ് അഭയം എന്നുള്ള ശരീര ഭാഷയോടുകൂടെ നിൽക്കുന്ന കുറേയേറെ മനുഷ്യർ. നമ്മൾ ഓരോ ദിവസവും ഈ ആരാധനയുടെ മുൻപിൽ വന്ന് നിൽക്കുമ്പോൾ ആ ഒരു മനോഭാവം തന്നെ ഉണ്ടായാൽ എത്രയോ നല്ലതായിരുന്നു. അവൻ ഇറങ്ങി വരാനും മാത്രം താഴ്മയോടുകൂടെ, കർത്താവെ ഞങ്ങൾക്ക് വേറൊരു സ്ഥലമില്ല പോകാൻ, ഞങ്ങൾക്ക് വേറൊരു ഇടമില്ല ആശ്രയം വയ്ക്കാൻ, ഞങ്ങൾക്ക് വേറൊരാളില്ല അഭയം പ്രാപിക്കാൻ എന്നുള്ള ഒരു മനസ്സോടുകൂടെ അവൻ്റെ മുൻപിലായിരിക്കുന്ന നിമിഷങ്ങൾ അനുഗ്രഹങ്ങളുടെയും സൗഖ്യത്തിൻ്റെയും വിടുതലിൻ്റെയും നിമിഷങ്ങളാണെന്നൊന്ന് തിരിച്ചറിഞ്ഞാൽ നല്ലതായിരുന്നു. ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്ന വിശുദ്ധൻ്റെ പേരും അത് തന്നെയാണ്. ദൈവം മാത്രം സഹായിയായിട്ടുള്ള ഒരാൾ, വിശുദ്ധ ദേവസഹായം പിള്ള. കാറ്റാടിമല എന്ന് പറയുന്ന പേരുകൊണ്ട് തന്നെ മനോഹരമാകുന്ന ഒരിടത്ത് വെച്ച് കൊല്ലപ്പെട്ടൊരു വിശുദ്ധൻ. ആ കാറ്റിന് പോലും അദ്ദേഹത്തിൻ്റെ കഥകൾ പറയാനുണ്ടെന്ന് പറഞ്ഞൊരു ഡോക്യുമെൻ്ററിയൊക്കെ കണ്ടായിരുന്നു. മനോഹരമാണ്. കാറ്റാടിമലയിലെ വിശുദ്ധൻ എന്ന പേരിൽ വലിയ സ്നേഹത്തോടുകൂടെ കർത്താവിന് വേണ്ടി നിലകൊള്ളാനായിട്ട് ശക്തമായ തീരുമാനമെടുത്ത ഒരു വിശുദ്ധൻ്റെ മുൻപിൽ ഇങ്ങനെ മനുഷ്യര്, രാജാക്കന്മാർ ഭയക്കുന്നതും അയാളെ കൊല്ലാൻ തീരുമാനിക്കുന്നതുമൊക്കെ ആയിട്ടുള്ള കാര്യങ്ങളാണ്. തൻ്റെ കൂടെ നിന്നിരുന്ന ഏറ്റവും വിശ്വസ്തനായിട്ടുള്ളൊരു സേവകൻ ക്രിസ്തുവിനെ സേവിച്ചു പോകുന്നത് കണ്ടിട്ട് സഹിക്കാനാവാതെ രാജാവ് അയാളെ കൊല്ലാൻ തീരുമാനിക്കുന്നിടത്താണ് ഇയാളുടെ പീഡനങ്ങൾ ആരംഭിക്കുന്നത്. പിന്നീട് അദ്ദേഹം കടന്നുപോയ പീഡനങ്ങൾ കേരള ചരിത്രത്തിൽ തന്നെ മനുഷ്യരാരും കടന്നു പോകാത്തത്ര പീഡനങ്ങളാണ്. എന്തിനാ നമ്മൾ മതമർദ്ദനങ്ങൾക്ക് ക്രിസ്ത്യാനികൾ റോമിൽ സഹിച്ച പീഡനങ്ങളെക്കാൾ എത്രയോ അധികമായിട്ട് ഈ മനുഷ്യൻ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകേണ്ടി വന്നു. മുള്ളിലൂടെ ഉരുട്ടുക, ഈ കാലിൻ്റെ അടിയിൽ ചൂരൽ കൊണ്ട് അടിക്കുക, പോത്തിനെ കൊണ്ട് വലിപ്പിക്കുക, ഈ മുളക് പുകച്ചിട്ട് അതിൻ്റെ ആ പുകയിൽ ഇങ്ങനെ നിർത്തുക, അണലിയും മൂർഖനും അടക്കമുള്ള പാമ്പുകളുടെ ഇടയിൽ കൊണ്ടുപോയിട്ട് പേടിപ്പിക്കുക, ഉറുമ്പുകളെ കൊണ്ട് കടിപ്പിക്കുക. നമ്മൾ നോക്കുമ്പോൾ നിസ്സാരമെന്ന് തോന്നുന്നതെങ്കിലും ഇഞ്ചിഞ്ചായിട്ട് ഒരു മനുഷ്യനെ കൊന്നുകളയുന്ന കാര്യമാണ് പറയണത്. അദ്ദേഹത്തെ ഇങ്ങനെ പീഡാസഹനങ്ങളിലൂടെ നടത്തിക്കൊണ്ടുപോകാനായിട്ട് തീരുമാനിക്കുമ്പോൾ അവർ ചെയ്യുന്നത് ഈ കരിമുൾ ചെടി കൊണ്ട്, അതായത് മുള്ള് നിറഞ്ഞ ആ ഒരു വടി കൊണ്ട് അദ്ദേഹത്തെ തലങ്ങും വിലങ്ങും അടിക്കുന്നു. എന്നിട്ട് അതിനകത്ത് മുളക് തേക്കുന്നു. ഒന്ന് ആലോചിച്ച് നോക്കിയേ. എന്നിട്ട് നഗ്നപാതനായിട്ട് അതിൽ കൂടി നടത്തിക്കുക, ഒരിത്തിരി വെള്ളം പോലും കൊടുക്കാതെ നടത്തിക്കുകയാണ്. അവിടെ നടത്തി അവസാനം വെള്ളം ചോദിക്കുന്ന ആൾക്ക് ഒരു പാറയിൽ കൊണ്ടുപോയി ഇരുത്തുന്നുണ്ട്. ആ പാറയിൽ കൊണ്ടുപോയി ഇരുത്തിയിട്ട് അവിടെ നിന്ന് കെട്ടിക്കിടക്കുന്ന മലിനജലം കൊടുക്കുന്നു. മലിനജലം കൊടുത്തു കഴിയുമ്പോൾ അതുകൊണ്ടും ദാഹം ശമിക്കാതെ അദ്ദേഹം വീണ്ടും വെള്ളത്തിനായിട്ട് ഇവരോട് ചോദിക്കുമ്പോൾ അവര് അത് കൊടുക്കാതിരിക്കുന്ന നേരം ആ പാറമേൽ അദ്ദേഹം ഇങ്ങനെ സ്വന്തം കൈ കൊണ്ട് മുഷ്ടി കൊണ്ട് ചുരുട്ടി ഇടിക്കുന്നുണ്ട്, ഇത്തിരി വെള്ളം കിട്ടാനായിട്ടുള്ള ആഗ്രഹത്തോടെ. പഴയ നിയമത്തിൽ മോശ പാറയിൽ വടി കൊണ്ടടിച്ച നേരത്ത് 20 ലക്ഷം ജനങ്ങൾക്ക് ദാഹം ശമിപ്പിക്കാനും മാത്രം ഉറവ പുറപ്പെടുവിച്ച അതേ കർത്താവ് ഇവിടെ ദേവസഹായം പിള്ളയ്ക്ക് വേണ്ടിയിട്ട് അത്ഭുതം പ്രവർത്തിക്കുന്നത് നമ്മൾ കാണുന്നുണ്ട്. അവിടെ നിന്ന് ഉറവ പൊട്ടിപ്പുറപ്പെടുന്നു. ആ ഒരു സ്ഥലത്തിന് മുട്ടിടിച്ചാൻപാറ എന്ന് ഇന്നറിയപ്പെടുന്നുണ്ട്. അവിടെ നിന്ന് ഇപ്പോഴും നീരുറവയൊഴുകുന്നുണ്ട്. സെയിൻറ്റ് മൈക്കിൾസ് ദേവാലയം അതിൻ്റെ മുകളിലുണ്ട്. അവിടെ നിന്ന് ഒഴുകിയിറങ്ങുന്ന നീർച്ചാലയിൽ നിന്ന് കുടിക്കുന്ന മനുഷ്യർക്ക് സൗഖ്യവും ആരോഗ്യവും കൈവരുന്നുണ്ട്. ദൈവം മാത്രം സഹായിയായിട്ടുള്ളൊരു മനുഷ്യൻ ദാഹജലത്തിന് വേണ്ടി കേഴുമ്പോൾ കർത്താവ് കൊടുത്ത ജലത്തിൻ്റെ കാഴ്ചയാണ് അവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഈ മനുഷ്യനിങ്ങനെ കർത്താവിന് വേണ്ടി ധീരമായിട്ടുള്ള നിലപാടെടുക്കുമ്പോൾ
അത് ശത്രുക്കളെ വല്ലാതെ ആകുലരാക്കുന്നുണ്ട്, ഉത്കണ്ഠപ്പെടുത്തുന്നുണ്ട്. അതിൻ്റെ പേരിൽ അദ്ദേഹത്തെ കൊല്ലാൻ തീരുമാനിക്കുന്നുണ്ട്. ആ കൊല്ലാൻ കൊണ്ടുപോയ സ്ഥലത്തിൻ്റെ പേര് കാറ്റാടിമല. ഇന്ന് ടൂറിസ്റ്റായിട്ടല്ല ആളുകൾ വരുന്നത്, തീർത്ഥാടകരായിട്ടാണ്. പറഞ്ഞല്ലോ, ആദ്യമേ പറഞ്ഞതുപോലെ പേരുകൊണ്ട് പോലും മനോഹരമായൊരിടത്ത് ചില അച്ഛന്മാർ പോയ സമയത്ത് ഒരു രാത്രികാല യാത്രയെക്കുറിച്ച് പറയായിരുന്നു. കാറ്റിങ്ങനെ വീശിക്കൊണ്ടിരിക്കുന്ന രാത്രിയുടെ യാമങ്ങളിൽ പ്രാർത്ഥനാന്തരീക്ഷത്തിൽ ഈ വിശുദ്ധനെ കുറിച്ച് ധ്യാനിച്ച ഒരു ആത്മീയമായിട്ടുള്ള ഒരു രാത്രിയെക്കുറിച്ച് അച്ഛന്മാരെ ഷെയർ ചെയ്യായിരുന്നു. ഇങ്ങനെ കർത്താവ് മാത്രം സഹായിയായിട്ടുണ്ടായിരുന്ന ഒരു വിശുദ്ധൻ അതിഭീകരമായിട്ടുള്ള പീഡനങ്ങളിലൂടെ കടന്നുപോയി കർത്താവിന് സാക്ഷ്യം വഹിച്ച് ഭാരതത്തിലെ ആദ്യത്തെ അൽമായ രക്തസാക്ഷിയായി മാറിയ ചരിത്രമാണ് വിശുദ്ധ ദേവസഹായം പിള്ളയുടെ. അദ്ദേഹത്തെ കൊല്ലുന്ന നേരത്ത് ഒരാളും അറിയാതെ അദ്ദേഹത്തെ ഒരു രാത്രിയിൽ കൊല്ലാൻ നേരത്ത് ഈ പ്രകൃതി അദ്ദേഹത്തിൻ്റെ മരണമണി എന്ന കണക്ക് ഒരു പാറ താഴേക്ക് ഇടിച്ചു വീഴ്ത്തുന്നുണ്ട്. അതൊരു വെങ്കലമണി അടിക്കുന്ന ശബ്ദത്തോടു കൂടെ ഈ പാറ ഇടിഞ്ഞു വീണെന്നാണ് പറയണത്. അത്ഭുതം എന്ന് പറയണത് ഇന്നും നമ്മൾ അവിടെ ചെന്ന് ആ പാറയിൽ അടിച്ചു കഴിഞ്ഞാൽ ഈ വെങ്കലമണിയുടെ ശബ്ദം കേൾക്കാനായിട്ട് പറ്റും. മണിയടിച്ചാൻ പാറ എന്ന ആ സ്ഥലത്തിന് പേര്. ശരിക്കും നമ്മൾക്ക് ചെന്ന് കാണാൻ പറ്റുന്ന കാര്യമാണ് ആ പാറയിൽ അടിച്ചാൽ വെങ്കലമണിയുടെ ശബ്ദം. സ്വർഗം അദ്ദേഹത്തിൻ്റെ മരണത്തിന് കൊടുക്കുന്ന ആദരവെന്ന കണക്ക് ആത്മീയമായിട്ടുള്ളൊരു മരണമണിയുടെ മുഴക്കങ്ങൾ അവിടെ കേൾക്കുന്നുണ്ട്. ദൈവം മാത്രം സഹായിയായിട്ടുള്ള ഒരാൾക്ക് ദൈവം എത്രമാത്രം ഇങ്ങനെ പൊതിഞ്ഞു പിടിച്ച് സംരക്ഷണം നൽകുന്നു എന്നുള്ളതിൻ്റെ അടയാളമാണ് വിശുദ്ധ ദേവസഹായം പിള്ള. മറന്നു പോകാൻ പാടില്ലാത്ത നമ്മുടെ ഇടയിൽ ജീവിച്ച ഒരു മനുഷ്യൻ, അൽമായനായി ജീവിച്ച വിശുദ്ധനായി തീർന്ന ഒരാൾ. കർത്താവ് മാത്രം സഹായം എന്ന് പറഞ്ഞ് ജീവിക്കുമ്പോൾ എത്രമാത്രം ധൈര്യവും എത്രമാത്രം കരുത്തുമാണ് ഈ മനുഷ്യൻ്റെ ജീവിതത്തിൽ നിറയുന്നതെന്നറിയാം. ഈ പരിശുദ്ധ കുർബാനയുടെ മുൻപിൽ നിൽക്കുമ്പോൾ നമുക്കത് മാത്രം ഉള്ളിലൊന്ന് ഉറപ്പിക്കാം. കർത്താവേ, നീ മാത്രമാണ് അഭയം, നീ മാത്രമാണ് സഹായം. ആശീർവാദത്തിനായി പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. പരിശുദ്ധ പരമ ദിവ്യകാരുണ്യത്തിന് എന്നേരവും ആരാധനയും സ്തുതിയും പുകഴ്ചയും ഉണ്ടായിരിക്കട്ടെ. ക്രിസ്തു കടന്നുപോയതുപോലെ മരണത്തിലൂടെ കടന്ന ഒരു വിശുദ്ധനായിരുന്നു അദ്ദേഹം. ഈശോ കുരിശിന്റെ വഴിയിലൂടെ സഞ്ചരിച്ചതുപോലെ ഇങ്ങനെ നഗ്നപാതനായി പീഡനങ്ങൾ ഏറ്റെടുത്ത് ഒരു രാത്രി മുഴുവനുമുള്ള യാത്രയുണ്ട്. ഈശോ ഗെത്സമനിയിൽ ഇങ്ങനെ കണ്ണീരണിഞ്ഞ് രക്തക്കണ്ണീരോടുകൂടെ പ്രാർത്ഥിച്ചത് കണക്ക് തലേ രാത്രിയുടെ ഇങ്ങനെ മാനസിക സംഘർഷങ്ങളിലൂടെയും ശാരീരിക പീഡനങ്ങളിലൂടെയും കടന്നുപോയൊരു രാത്രിയെക്കുറിച്ച് പറയാനുണ്ട് അദ്ദേഹത്തിന്. കുരിശിൽ മരിച്ച ക്രിസ്തുവിനെ കണക്ക് ഇങ്ങനെ വെടിയുണ്ടകൾ കൊണ്ട് തുളഞ്ഞ പഞ്ചക്ഷതധാരിയായി നിലത്ത് വീണ് കിടക്കുന്ന വിശുദ്ധ ദേവസഹായം പിള്ളയെ കാണാനാവും നമുക്ക്. എന്നിട്ടും അദ്ദേഹം അത് സഹിച്ചത്, കരുത്തോടുകൂടെ ഈ മരണത്തെ വിജയിച്ചത് ദൈവം സഹായിയായി കൂടെ ഉണ്ടായിരുന്ന ഒരാളായിരുന്നത് കൊണ്ടായിരുന്നു. വിശുദ്ധ ദേവസഹായം പിള്ളെ, ഞങ്ങൾക്ക് വേണ്ടി ദൈവം മാത്രം സഹായമായിട്ടുള്ളവരായി ജീവിക്കാൻ വേണ്ടി അങ്ങ് പ്രാർത്ഥിക്കണമേ. കരുണതൻ കയർ പിടിച്ച് നയിച്ചിടും സ്നേഹമേ, ദിവ്യകാരുണ്യ സ്നേഹമേ, പരിശുദ്ധ സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ, പരിശുദ്ധ പരമദിവ്യകാരുണ്യമേ, അനന്ത സ്നേഹമേ.